ഗൈസ്, ഇത്തവണ നമുക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് സോറി പറയാനുണ്ട്. ഇവിടെ വന്നപ്പോ രാവിലെ എന്തായിരുന്നു തലവേന, ഛർദ്ദില്, കാറിന്ന് ഇറങ്ങി, മറ്റേ തല ഇറങ്ങി വീണ് ട്രിപ്പ് ഇടണം. എന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല കാലിക്കട്ട് എത്തിക്കഴിഞ്ഞപ്പോ. ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി. Hi guys, good morning and welcome to our new vlog. Welcome from Calicut. ഞങ്ങൾ കാലിക്കട്ട് എത്തിയിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പറയാം. അതിന് മുമ്പ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ കാർ ചാർജ് ചെയ്തത് നമ്മുടെ എക്സിബിഷൻ്റെ ഒരു 100 മീറ്റർ മാറിയാണ്. KCBയുടെ ചാർജറാണ്. എനിക്ക് കാലിക്കട്ട് വരെ വന്നു പോയി. ഒരു കണക്ക് കൂട്ടിയപ്പോൾ ഹാർഡ്ലി 200 റുപ്പീസ്. സോ ഇഷ്ടം മാതിരി പൈസയുണ്ട് നമുക്ക് ഫുഡൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ ഫുഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ വരായിരിക്കും. പക്ഷേ ഇന്ന് വന്ന് നമ്മൾ എക്സിബിഷൻ്റെ കാര്യത്തിനാണ്. അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ചെറുതായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കാണിക്കുന്നതായിരിക്കും. സോ വെൽക്കം ഫ്രം എ ബ്യൂട്ടിഫുൾ വ്ളോഗ് ഫ്രം ദ ബ്യൂട്ടിഫുൾ കാലിക്കട്ട്. ഗൈസ്, ഇത്തവണ നമുക്ക് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് സോറി പറയാനുണ്ട്. കാരണം കഴിഞ്ഞ തവണ എക്സിബിഷൻ നടന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇമ്മൻസ് സപ്പോർട്ടായിരുന്നു. വെൻഡേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും വന്ന നമ്മുടെ വിസിറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും. പക്ഷേ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയത് ഹാളിലാണ്. പക്ഷേ ഇത്തവണ അത് ഞങ്ങൾ റിഡംഷൻ ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് ഇൻ ദ സെയിം പ്ലേസ്, പക്ഷെ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട്. അത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഏരിയ ഒക്കെ മാറിപ്പോയിട്ടാ. ഇപ്പോൾ ഇവിടെ കെഫെ ബാലൂഡ എന്നൊക്കെ അവർ പറഞ്ഞൊരു ബിഗ് കെഫെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾ നല്ലതാണെങ്കിൽ ഞാൻ അടുത്ത തവണ ട്രൈ ചെയ്യാം. പിന്നെ ബീച്ചിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് കാലിക്കറ്റ് ബീച്ച് എൻ്റെ ഫേവറേറ്റ് ബീച്ചാണ്. അത് കഴിഞ്ഞിട്ടേ കോവളമുള്ളൂ. ഇവിടെ നമ്മുടെ ആസ്പിൻ കോർട്ട്യാർഡിലാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഞാൻ അകത്ത് പോയിട്ട് പറഞ്ഞു തരാവേ. കൊള്ളാലോ, ഷെഫ് പിള്ളേർ വരുന്നുണ്ട്. ഓ, അപ്പോൾ പൊളിക്കും. ഇവിടെ ഷെഫ് പിള്ളയുടെ ഒക്കെ വർക്ക് നടക്കുവാണ്. പക്ഷെ നമ്പർ 1 റീസൺ, കാലിക്കറ്റ് ബീച്ച് അറിയാലോ, ഏറ്റവും സെൻട്രൽ ലൊക്കേഷനിലാണ്. ഇമ്മൻസ് കാർ പാർക്കിംഗ്. ആൻഡ് ഇത്തവണ നമ്മുടെ എക്സിബിഷൻ നടക്കുമ്പോൾ വേറെ ഒരു ഇവൻറ്റും ഉണ്ടാകും. നമുക്ക് ഫസ്റ്റ് റീസൺ ഇസ് ദാറ്റ് ഇമ്മൻസ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ മൊത്തം സ്പേസ് നമ്മുടെ വരുന്ന ആൾക്കാർക്കായിരിക്കും. സോ അത് വെരി കൺവീനിയൻ്റ് ആയിരിക്കും. പാർക്ക് ചെയ്ത് അധികം നടക്കൊന്നും വേണ്ട. പാർക്ക് ചെയ്തിട്ട് നേരെ അറ്റത്തുള്ള ഹാളിലേക്കാണ് വരേണ്ടത്. നമ്മുടെ എക്സിബിഷൻ കാലിക്കട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പോവാണ്. കറക്റ്റ്. നമുക്ക് കഴിഞ്ഞ തവണ എക്സിബിഷന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ വേദു പറഞ്ഞതായിരുന്നു. അതിന് വീണ്ടും ഞാൻ അപ്പോളജൈസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച എയർ കൂളേഴ്സും ഇഷ്ടമാതിരി ഫാൻസൊക്കെ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഇത്തവണ അതല്ല മക്കളെ. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ. മുതലാളി, വെൽക്കം ടു അപ്പൊ ഞാൻ ആദ്യമേ എല്ലാം പറയുന്നതിന് മുമ്പ് മെയിൻ തിങ് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ കഴിഞ്ഞ ഓണത്തേക്ക് അപ്പോളജൈസ് ചെയ്തു. ഇറ്റ് വാസ് വെരി ബാഡ്. ബാക്കി എല്ലാം നന്നായി പോയി. നമുക്ക് സപ്പോർട്ട് നല്ലായിരുന്നു എല്ലാവരുടെയും കഴിഞ്ഞു, വെൻഡേഴ്സും വിസിറ്റേഴ്സിനും കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അത് ഇത്തവണ മാറ്റി. എന്താണ്? ഒരു 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ഇപ്പൊ വീടാനെ 16 ACs വെച്ചിട്ടുണ്ട്. 16 ACs. ഇത്തവണ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ച് നേരം AC ഓൺ ചെയ്യുന്ന പരിപാടി വേണ്ട. രാവിലെ തൊട്ട് എക്സിബിഷൻ കഴിയുന്നത് വരെ AC ഓൺ ചെയ്തിടുക. അതിന് ജനറേറ്റർ വെക്കോ ചാർജ് എക്സ്ട്രാ ആവോ, അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. ഇത്തവണ അവർക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ബെസ്റ്റ് എവർ ആയിരിക്കണം. അതായത് ചൂട് കാരണം പപ്പുവാം ആരും പറയാൻ പോകുന്നില്ല. തണുപ്പ് കാരണം ഇവിടെ നിൽക്കണം. വേണമെങ്കിൽ ജാക്കറ്റ് ആയിട്ട് വന്നോ. തണുപ്പ് കാരണം ഒന്ന് ഓഫ് ചെയ്യോ എന്ന് പറയാതെ ഞങ്ങൾ ഓഫ് ചെയ്യുന്നതായിരിക്കില്ല. ജാക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ ജാക്കറ്റ് ആയിട്ട് വന്നോ. കാരണം എല്ലാം 3 ടണ്ണിന്റെ AC ആണ്. അപ്പോൾ അത് ഫസ്റ്റ്ലി നമ്മുടെ സൈഡിൽ നിന്ന് വീണ്ടും ഈ ഒരു ഹാള് സെലക്ട് ചെയ്യാനുള്ള കാരണം. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ എക്സിബിഷൻ വെച്ചതിന് ശേഷം നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു ഇനി നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ AC വേണം. അപ്പൊ അവര് നമ്മളെയും കൂടെ വിചാരിച്ചിട്ടാണ് നമ്മളോട് വെച്ച ഉടനെ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു വിളിച്ച് പറയുകയും ചെയ്തു, AC വെച്ചിട്ടുണ്ട്. അതെ. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ ഇവന്റോ കല്യാണം എന്തോ നടത്തിയ ഒരു കുട്ടീനെ നമ്മൾ വിളിച്ചില്ലേ, പറഞ്ഞു നല്ല കൂളിംഗ് ആണ്. പറഞ്ഞു കൂളിംഗ് കാരണം ഞങ്ങൾ ഓഫ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഓഫ് ചെയ്യില്ല. നമ്മൾ ആ തണുപ്പത്ത് തന്നെ വെക്കുന്നതാണ്. ചൂടോടെ ആ മറ്റേ തണുത്ത ഒരു സ്വിറ്റ്സർലൻഡിന്റെ ഒരു ഫീലിംഗ് ഷോപ്പ് ചെയ്യാൻ കിട്ടുകയല്ലേ. അതെ. അപ്പൊ നമ്മൾ ഇനി മെയിൻ ആയിട്ട് എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ വെൻഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് ഈ മെയിൻ വ്ളോഗ്.
ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഓബ്വിയസ്ലി വുമൺ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കണം. അതെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല യൂണീക്ക് ആയിട്ടുള്ള ഇതിലിപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള എഫോർഡബിൾ പ്രൊഡക്ട്സ് ഞങ്ങൾ പറയില്ല, കാരണം ഓരോരുത്തരുടെ എഫോർഡബിലിറ്റി വേറെ വേറെയാണ്. പക്ഷെ ആ പ്രൊഡക്റ്റിന് വേർത്ത് ആയിരിക്കണം, അത്രയും നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റിനാണ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ആ എമൗണ്ടിന് വേർത്ത് ആയിരിക്കണം അതെ, വാങ്ങുമ്പോൾ. കാരണം നമുക്ക് ഇവിടുത്തെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു തിങ് ഇസ് ദാറ്റ് മാക്സിമം ആൾക്കാരെ ഇവിടെ കൊണ്ടുവരണം. ആ വരുന്നവരെല്ലാവർക്കും കിഡിലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം. കാലിക്കറ്റ് മൊത്തം ഇതിനകത്ത് വെച്ച് നോക്കണം. കാലിക്കറ്റ് അല്ല, നോർത്ത് കേരളം മൊത്തം വരണം. എല്ലാവരും വരും എന്നറിയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയണം, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ടും ഇല്ല, നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം. അത് മാത്രമല്ല കാലിക്കറ്റ് ഇത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഓച്ച ഫ്രീ മാർക്കറ്റ് നടത്തുന്നത്. കാലിക്കറ്റ് അല്ല കേട്ടോ, നോർത്ത് കേരളയുടെ സപ്പോർട്ട്. നമുക്ക് കണ്ണൂർ, കാസർഗോഡ് നിന്ന് എപ്പോഴും കൊച്ചിയിലേക്ക് കുറച്ച് പേരെങ്കിലും വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ സ്കെയിലിൽ ഇവിടെ നടത്താൻ പോകുന്നത്. സോ നമ്മൾ വെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്ന ഫുഡ്, ഡീകോർ, ഫുഡ് കമ്പൽസറി ആണ്. എസ്പെഷ്യലി നമുക്ക് കുറേ മലബാർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോർ ദാൻ ഹാപ്പി. ഫുഡ്, ഡ്രസ്സസ്, ഓർണമെന്റ്സ്, ബാഗ്, ജൂത്തീസ്, പിന്നെന്താ ഡീകോർ, അങ്ങനത്തെ എന്ത് നല്ല നല്ല സാധനങ്ങൾ എന്താണ്. പിന്നെ ഈ എക്സ്പോർട്ട് സർപ്ലസ് അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് അങ്ങനത്തെ ഹോൾസെയിൽ സംഭവങ്ങൾ അങ്ങനത്തെ ആരും അപ്ലൈ ചെയ്യണ്ട. അങ്ങനത്തെ വരെ നമുക്ക് ഇവിടെ വെക്കാൻ താല്പര്യമില്ല. വരുന്നവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഏറ്റവും യുണീക്ക് പ്രോഡക്ട്സ് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഐഡിയ. ആൻഡ് നമ്മൾ ഈസി ആയിട്ടും ഇവിടുത്തെ റെന്റ് ഒക്കെ കൂടിയിട്ട് പോലും നമ്മൾ ഇവിടുത്തെ റെന്റ് കാര്യമായിട്ട് ഓൾമോസ്റ്റ് കൂട്ടുന്നില്ല അല്ലേ, വളരെ ചെറിയൊരു എമൗണ്ട് കണ്ടേ കൂടുന്നുള്ളൂ. അത് ഒരു ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് തന്നെയാണ് ഇത്തവണ. അത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വെൻഡേഴ്സ് എന്നുള്ള ഞങ്ങളുടെ സൈഡിൽ നിന്ന് അടുത്ത കഴിഞ്ഞ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തതിനുള്ള ഒരു സംഭവമാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതും ഒരു അപ്പോളജി ആയിട്ട് കണക്കാക്കുക. ബിക്കോസ് ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് വെരി ഹോട്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വേർത്ത് തുടങ്ങി 2 മിനിറ്റ് നിന്നിട്ട്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ എക്സിബിഷൻ നടക്കുന്നത് സെപ്റ്റംബർ 7th and 8th സോറി സാറ്റർഡേ സൺഡേ ആണ്. ഞങ്ങളിവിടെ തേഴ്സ്ഡേ എത്തും പ്രിപ്പയർ ചെയ്യാനായിട്ട്. സാറ്റർഡേ സൺഡേ ആണ്, 7 and 8 ആണ്. ആസ്പിൻ ഹാൾ കോർട്ട്യാർഡ് ആണ്, ബീച്ചിനോട് തൊട്ട് ഓപ്പോസിറ്റ്. ലൊക്കേഷൻ ഞാൻ വെളിയിൽ കാണിച്ചു. കാണിച്ചു. അപ്പൊ എല്ലാരും ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സ്പേസ് അതൊക്കെ കാണിച്ചു ഞാൻ. എല്ലാരും വരണം. വെൻഡേഴ്സ് നല്ല നല്ല വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ വന്ന് നമ്മുടെ ഇവന്റ് സക്സസ് ആക്കണം. മാത്രമല്ല തിരുവനന്തപുരത്തു നിന്നും, തൃശ്ശൂരിൽ നിന്നും, കോട്ടയത്തു നിന്നും, എറണാകുളത്തു നിന്നും അതൊക്കെ നമുക്ക് സാലി, നീത ഇവരൊക്കെ നമ്മുടെ എവിടെയാണെങ്കിലും വരുന്ന ട്രെയിൻ പിടിച്ച് വന്നു അല്ലേ. വന്ദേ ഭാരതിലൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും. കാരണം ഇവിടെ വന്ന് ആ ഒരു വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യാം. കാലിക്കട്ട് ഫുൾ വൈബിലായിരിക്കും. ഓണമൊക്കെ അല്ലേ, സോ എല്ലാവരും വരുക. ഓണം കൂടെയാണ്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർക്കണം. എനിക്കൊരു വലിയ പൂക്കളൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സമയം കിട്ടിയാൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ജെഫ്രിനെ ഒരു മഹാബലി ആക്കണം എന്നുണ്ട്. ജെഫ്രിനെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കാലിക്കട്ടിലേക്കാണ് വരുന്നത്. നമ്മളിവിടെ ഒരു ഫെസ്റ്റിവൽ ആക്കും, പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റും സംഭവങ്ങളായിരിക്കും. നമ്മൾ അതല്ലാതെ നമുക്ക് ഇവിടുത്തെ നോർത്ത് കേരള കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ കളക്ഷന് വേണ്ടി ടിക്കറ്റ് എടുത്ത് എബ്രോഡ് പോവുകയാണ്. അത് എവിടെയാണെന്ന് മിക്കവർക്കും അറിയാം, മലേഷ്യയിലേക്ക് തന്നെയാണ്. അത് ഇവിടത്തേക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ സ്റ്റോറിലേക്ക് വേണ്ടി പോലും അല്ല. സോ അതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ട്. നമ്മൾ കാലിക്കറ്റ് ഫ്ലീ മാർക്കറ്റിന് വേണ്ടി മാത്രമാണ് നമ്മള് മലേഷ്യയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അതെ, അപ്പൊ അതിനൊക്കെ വ്ളോഗ് വരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്റ്റോൾ അലോട്ട്മെന്റ് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലായിരിക്കും. സോ എന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പേയ്മെന്റ് അങ്ങനെയൊന്നുമില്ല. ആദ്യമേ വരുന്നവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റോൾസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതുമാതിരി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ബിസിനസ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് അയക്കുക. ലിങ്ക് ഇല്ലാത്തവർ നിങ്ങൾ എന്താണോ എക്സിബിഷന് വെക്കാൻ പോകുന്ന പ്രോഡക്ട്സിന്റെ പിക്ചേഴ്സ് അയച്ചാലും മതി. മാത്രമല്ല ഇത് ആദ്യം നിങ്ങൾ അയക്കുമ്പോൾ ഉടനെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കിട്ടാത്തവർ ദില്ലി ചേട്ടനെ മെസ്സേജ് ചെയ്യും, ചേട്ടാ റിപ്ലൈ കിട്ടിയില്ല. അത് നമ്മൾ റിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഹോളൊക്കെ ഒന്ന് കാണിക്കാം. സോ ഓൾ ആർ ഇൻവൈറ്റഡ്, വെൻഡേഴ്സ് ആണെങ്കിലും വിസിറ്റേഴ്സ് ആണെങ്കിലും. സെപ്റ്റംബർ 7th and 8th ആസ്പിൻ ഹാൾ കാലിക്കറ്റ്. ഓക്കെ, സോ ഇവിടെ പ്രിയയുടെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ഐഡിയ കാണും. ഡ്രസ് നന്നായിട്ടുണ്ട്, ആ കുറച്ചുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. പുതിയ കളക്ഷനിൽ വന്ന ഓൺലൈനിലാണെങ്കിൽ അയച്ചു കൊടുത്താൽ മതി സ്റ്റോറിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ. സോ അത് നടക്കുന്നതായിരിക്കും. ബിർള വൈറ്റ് അവരുടെ ഇപ്പൊ ഒരുപാട് ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കയറി വരുമ്പോൾ എന്റെ ഒരു മനസ്സിലുള്ള ഐഡിയ ആണ്, അത് നിങ്ങൾ അന്നത്തെ ദിവസം എത്രത്തോളം നടക്കുമല്ലോ എന്ന് അന്നത്തെ ദിവസം കാണാം. ഇവിടെ ഒരു പൂക്കളം വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ വരാമല്ലോ. പിന്നെ അവിടെ ആയിരിക്കും നമ്മുടെ
ഫോട്ടോ ബൂത്ത്. ഓക്കെ, AC-യുടെ അടിയിൽ തന്നെ. തണുത്ത് വിറക്കട്ടെ. അതെ. അവിടെയായിരിക്കും ഫോട്ടോ ബൂത്ത്. പിന്നെ നമ്മുടെ സ്റ്റോൾസ് ഇങ്ങനെ ഫുൾ സൈഡിലും നമ്മുടെ സ്റ്റോൾ എവിടെയായിരിക്കും? നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെക്കുള്ളൂ. നിങ്ങൾ എല്ലാ സ്റ്റോളും കണ്ട് ഞങ്ങളുടെ സ്റ്റോള് കാണാതെ പോകരുതേ. അത് ലാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഞങ്ങളുടെ സ്റ്റോള് ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ അവിടെ വന്ന് ഞങ്ങളെ മീറ്റ് ചെയ്യുക. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തരിക. അതെന്തായാലും കിട്ടും. കാലിക്കട്ട് വരുന്ന എനിക്ക് ഏറ്റവും സന്തോഷം അതാണ് ദിലുവിന് ഏറ്റവും സന്തോഷം. കാലിക്കറ്റ് എക്സിബിഷൻ നടത്താൻ എല്ലാവരും കഴിക്കാൻ കൊണ്ടുവരുമല്ലോ അല്ലേ? അപ്പൊ അവിടെ കഴിക്കാൻ കൊണ്ടുവരുന്നവരൊക്കെ നേരെ അങ്ങോട്ട് വരിക. എന്നിട്ട് എക്സിബിഷൻ ഫുഡ് സ്റ്റോളും നമ്മുടെ ആ ഒരു ഏരിയ ലാസ്റ്റ് തന്നെ ആയിരിക്കും വെക്കുന്നത്. കാരണം അവർക്ക് അവിടെ വെളിയിൽ ലൈവ് കിച്ചൺ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ കൊടുക്കുന്നതാണ്. പിന്നെ അടുപ്പിച്ചൊക്കെ ആയിരിക്കും ഫുഡ് സ്റ്റോൾസ് വെക്കുന്നത്. ഫുഡ് സ്റ്റോൾസ് ഓൾറെഡി കുറച്ച് നമുക്ക് കൺഫേംഡ് ആയി. നമ്മുടെ ഫേവറേറ്റ് ടീംസ് ഓൾറെഡി ഉണ്ടല്ലോ. ഫിലീസ്, ക്രംസ് ആൻഡ് ഫ്ലേവേഴ്സ്, അങ്ങനെ കുറച്ച് പേര് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇനിയും നല്ല നല്ല ഫുഡ് ഉണ്ടെങ്കിൽ അറിയിക്കുക. എനിക്ക് കാലിക്കറ്റിലെ യുണീക്ക് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്തൊക്കെയാന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചിലവർക്ക് വെക്കാൻ പറ്റിയാൽ നമുക്ക് നല്ലതായിരിക്കും അല്ലേ? എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോഴല്ലേ അതൊക്കെ കിട്ടുള്ളൂ കഴിക്കാൻ. പിന്നെ ഹാൾ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് നടുക്ക് ഇതുപോലെ കാപ്പറ്റൊക്കെ ഇട്ട് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും നല്ല സ്റ്റോൾസ് കാണും. വിശാലമായിട്ടുള്ള വാക്കിംഗ് സ്പേസസ് ഒക്കെ കാണും. പിന്നെ ഇവിടുത്തെ വേറെ കഴിഞ്ഞ തവണത്തെ അഡ്വാൻറ്റേജ് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ബാത്റൂം കുറച്ച് പ്രശ്നമായിരുന്നു. ഇത്തവണ 5 പുതിയ കിഡിലൻ ബാത്റൂംസ് വരെ അവർ പണിതിട്ടുണ്ട്. 5 ഇനി ഇവിടെ ബാത്റൂമിന് ഒരു വിഷയം കാണില്ല അല്ലേ? തവണ പ്രിയ പ്രിൻസ് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാലിക്കട്ട്. പ്രിൻസ് പറഞ്ഞിരിക്കുന്നത് ഇത്തവണ തകർത്തിട്ട് പ്രിൻസിനെ ആൾക്കാർ ഇനി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾക്കും കൂടി ഇവന്റ്സ് നടത്തി തരും, ഞങ്ങളുടെ അക്കൗണ്ട്സും കൂടെ കറക്റ്റ് ആക്കി തരും എന്നൊക്കെ പറഞ്ഞു. നോക്കിക്കോ, ഇത് പ്രിൻസിന്റെ പ്രൂവിങ് ഗ്രൗണ്ട് ആയിരിക്കും. കാലിക്കട്ട് ഒറ്റയ്ക്ക് ഒരു ഇവന്റ് മാനേജേഴ്സും ഇല്ല, ഒന്നുമില്ല. ഒറ്റയ്ക്ക് ഇവർ രണ്ടും കൂടെയാണ് നടത്താൻ പോകുന്നത്. ഒരു പേപ്പറിൽ അതെ, വേഗം ആവട്ടെ. ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർബക്സിൽ പോകണം. രാത്രി ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചില്ല, രാത്രി കഴിക്കണം. ഓക്കെ, അപ്പൊ വേഗം ആവട്ടെ കാര്യങ്ങള്. നോക്കിക്കേ, ആ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് വൺസ് അഗൈൻ വെരി സോറി പേഴ്സണലി ഫ്രം മൈൻ ആൻഡ് പ്രിയാസ് സൈഡ്. കഴിഞ്ഞ തവണ ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഇത്രയും ഒരു ചൂടത്തുള്ള ഒരു എക്സ്പീരിയൻസ് തന്നില്ല. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെയായിരിക്കുന്നത്. കാരണം അവരൊക്കെ പറഞ്ഞത് എന്താണ്, ഇവിടെ ഓൾറെഡി അവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്, AC ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞാണ് അത് നടത്തിയത്. പക്ഷേ വെരി സോറി, ഇത്തവണ വി ആർ 100% ഗോയിങ് ടു മേക്ക് അപ്പ് ഫോർ ഇറ്റ്. 100% ഗ്യാരണ്ടി. ഞാൻ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ അവിടുന്ന്. ഞാൻ പറഞ്ഞു ഫുൾ ടൈം ഡസൻറ്റ് മാറ്റർ ഹൗ കോൾഡ് ഇറ്റ് ഗെറ്റ്സ്, കറണ്ട് ഉണ്ടോ കറണ്ട് പോയോ ഒന്നും അറിയണ്ട, ജനറേറ്റർ ഫുൾ ടൈം ഓൺ ആയിരിക്കണം, ഫുൾ ടൈം AC-യും കാണണം. ബാക്കി നല്ല സ്റ്റോൾസും നല്ല ഫുഡൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കാലിക്കട്ടാണ്, അത്രയും നല്ല സ്ഥലങ്ങൾ ഇവിടെ വന്നിരിക്കും, അത് ഉറപ്പാണ്. ഗൂഗിൾ മാപ്പ് ഇല്ലാതെ, ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ആദ്യം കൂടെ ലോകത്ത് പോകുന്ന ഒരു സ്റ്റാർബക്സ് കാലിക്കറ്റ് സ്റ്റാർബക്സ് ആണ് അല്ലേ? ഇവിടെ വന്നപ്പോ രാവിലെ എന്തായിരുന്നു തലവേന, ഛർദ്ദില്, കാറിന്ന് ഇറങ്ങി, മറ്റേ തല ഇറങ്ങി വീണ് ഡ്രിപ്പ് ഇടണം. എന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല കാലിക്കട്ട് എത്തിക്കഴിഞ്ഞപ്പോ. കാലിക്കറ്റ് ബീച്ചിൽ വന്ന ഒരു ഐസ്ക്രീം കഴിക്കാതെ എങ്ങനെ പോകും? വേറെ കുറച്ച് സാധനങ്ങൾ കഴിക്കണം എന്നുണ്ട്. പക്ഷെ വേദുവിനെ കാലിക്കട്ട് കൊണ്ടുവരുന്നത് സ്നോ ഹൗസിൽ കൊണ്ടുപോകാനാ. അതുകൊണ്ട് അവൻ കരയും. ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീം ആൻഡ് കാലിക്കറ്റ് ബീച്ച് 1-1.5 കോമ്പിനേഷനാണ്. ഇത് ഏത് കോഫിയാണെന്നറിയോ? വിയറ്റ്നാമീസ് കോഫിയാ. കൊള്ളാവോ? പക്ഷെ എനിക്ക് വിയറ്റ്നാമീസ് കോഫീസ് മറ്റേ സെപ്പറേറ്റ് കണ്ടൻസ് മിൽക്ക് സെപ്പറേറ്റ് കോഫി ആയിട്ട് കണ്ടാലേ ഒരു സുഖമുള്ളൂ. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നത് അല്ല, അവരെല്ലാം വെക്കും, നമ്മൾ ഒരു മിക്സ് മതി. പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, 3 ലെയേഴ്സ് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ ഇത് വിയറ്റ്നാം ഒന്നും ബീറ്റ് ചെയ്യില്ല, ഇത് സംഭവം തന്നെ. ഹാപ്പിനെസ് നോക്ക്. അത് വരുന്നുണ്ട് ഇപ്പൊ തണുപ്പത്ത്. അപ്പൊ ന്യൂ ഇയറിനും വരുന്നില്ലല്ലോ. ന്യൂ ഇയർ ഞങ്ങൾ തണുപ്പുള്ള സ്നോഫോളുള്ള സ്ഥലത്താ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. വേൾഡ് ഉണ്ടല്ലോ കൊച്ചിയിലില്ല കേട്ടോ, അത് ഭയങ്കര ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എന്ത് ഹൈജീനാണെന്നറിയോ, സോക്സ് ഒക്കെ ഞാൻ ആക്ച്വലി മണത്ത് വരെ നോക്കി, ഒരു ബാഡ് സ്മെല്ലും ഇല്ല. ഒരു ചെറിയ വോംത്ത് ഉണ്ട്, ഏതോ ഡ്രയറിനകത്തൊക്കെ വെച്ച് സാനിറ്റൈസ് ചെയ്ത് എടുക്കുന്ന സംഭവം തോന്നുന്നു. സോ ഇറ്റ്സ് വെരി ഹൈജീൻ ഓൾസോ. നമുക്ക് ഇത്രയും പേര് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ഒരു മടി കാണും, പക്ഷെ എവറിത്തിങ് ഇസ് അറ്റ്ലീസ്റ്റ് സാനിറ്റൈസ് ഫോർ ഷുവർ. കണ്ടാ അറിയാം സംഭവം. അത് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഹാപ്പിയായി ഓവറായിട്ട് നിൽക്കണ്ട കേട്ടോ എൻ്റെ അകത്ത്. ഓ, ചെറിയൊരു തണുപ്പ് തുടങ്ങി. ഇനി അകത്ത് പോകുമ്പോൾ നമുക്ക് നോക്കാം.
ഹാപ്പി ആവും. എന്തേ പെപ്പറല്ല വേദുന്? ഓഹോ ഓഹോ ഓഹോ, നോക്കട്ടെ മുഖം, തണുപ്പ് കിട്ടുമ്പോ ഉള്ള മുഖം. എന്തേ കുഴപ്പമുണ്ടോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തന്നെ പറയണേ. ഇത് സംഭവം കേട്ടാ, ശരിക്കും ഒരു യൂറോപ്യൻ ഫീല് തന്നെയാണ്. ആ തണുപ്പും ആർട്ടിഫിഷ്യൽ ആണെന്നൊന്നും തോന്നുന്നില്ല. ബ്യൂട്ടിഫുൾ സ്നോഫാളും സംഭവം തന്നെ. കാലിക്കട്ട് വന്നോണ്ടല്ലോ ആൾക്കാരുടെ പെരുമാറ്റം, അത് എസ്പെഷ്യലി ഓട്ടോ ഡ്രൈവറും. പിന്നെ ഇത് ഞാൻ കാറ് ചാർജ് ചെയ്യപ്പോൾ ഒരു ചേട്ടൻ വന്നു. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ചാർജ് ചെയ്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തിരിച്ചോട്ട് പോകും. ഇത് ചാർജ് ചെയ്ത് എന്നോട് ഹെൽപ്പ് ചോദിച്ചു, ആദ്യമായിട്ട് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സംസാരിച്ചു, എന്നിട്ട് പിന്നെ അങ്ങോട്ട് സംസാരിച്ച് ഫോൺ നമ്പറും ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ചേർക്കാം. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു പൊളൈറ്റ്നെസ് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഇവിടെ. പിന്നെ ഭക്ഷണം, അതുകൊണ്ട് കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ കാലിക്കട്ട് പോകുന്നവരെ ഈ ചിരിയായിരിക്കും. മേ ബി ഇവിടെ പെർമനൻ്റ്ലി താമസിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എനിക്കിവിടെ എപ്പോൾ വന്നാലും പ്ലസന്റ് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്താ പേടിച്ചു പോയാ? നല്ലതാണാ? പ്രിൻസ് അങ്ങള് വലിക്കും. ഇപ്പോഴേ ട്രെയിനിങ് ഒക്കെ ആയിക്കോട്ടെ, കുട്ടികളെ എങ്ങനെയാ നോക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ കൊച്ചി വരാത്തത്. കൊച്ചി വന്നു കഴിഞ്ഞാൽ എന്തൊരു ഡിമാൻഡ് ആയിരിക്കും. ഇത് ശരിക്കും 1 മണിക്കൂറേ ഉള്ളൂ. റേറ്റ് എത്രയാണെന്ന് അറിയില്ല. പ്രിയ ടിക്കറ്റ് എടുത്തത് ദേ പോകുന്നു അടുത്ത ആള്. ബൈ. ഇത്തവണ ന്യൂ ഇയർ എവിടെയെങ്കിലും സ്നോ ഉള്ള സ്ഥലത്ത് പോകണം. അത് സ്നോഫോൾ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു ന്യൂ ഇയർ ക്രിസ്മസ് വൈബ് കിട്ടുള്ളൂ ശരിക്കും. ബൈ. അകത്ത് വന്നാലും ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ഒട്ടും കത്തിയല്ല. കോഫിക്കൊക്കെ 20 രൂപ, ബ്ലാക്ക് കോഫി, സൂപ്പിനൊക്കെ 40 രൂപ. ഇൻസ്റ്റന്റ് സൂപ്പ് ആണെങ്കിൽ പോലും ഒരു സ്നോ ബാർ ഉണ്ട്. ഒരു യൂറോപ്യൻ കഫേയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഫീലിംഗ്. അതാണ് അതിന്റെ മ്യൂസിക്. ഞങ്ങൾ പൊളിച്ചു വൈബുള്ളവര്. ഞങ്ങൾ ന്യൂ ഇയറിന്റെ പ്ലാനും ചെയ്തു എവിടെ പോകണമെന്ന്. സ്നോഫോൾ എല്ലാം അടുത്തേ പോകുന്നുള്ളൂ വിത്തൗട്ട് പ്രിയ മോഹൻ. അതിന് മുമ്പ് ഞാനും ജഫറിനും പോകുന്നുണ്ട്. അതിന് ന്യൂ ഇയറിന് ഞാനും വേദുവും അന്തുവും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പോയിക്കോ. ബാങ്കോക്ക് ആയിരിക്കും. ബാങ്കോക്ക്. അയ്യോ എവിടെ പറഞ്ഞ ഗ്രീസ്. അതെ വന്ന് ബിരിയാണി വാങ്ങിത്താ. ബിരിയാണി അവനൊന്നും ഒരു വിഷയമല്ല. ഈ കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാതെ ഫസ്റ്റ് ഡേ പോവാതിരിക്കാം. കുട്ടിച്ചറ ബിരിയാണി ഇവിടെ ഉണ്ട്. നമുക്ക് ഇമാമോം കാലിക്കട്ടില് കുട്ടികൾക്ക് വേണ്ട എല്ലാം ഇൻക്ലൂഡിങ് ഡൈപ്പർ ചേഞ്ച്, ഫീഡിങ് സ്റ്റേഷൻ, സാധനങ്ങൾ വാങ്ങാൻ എല്ലാത്തിനും ഹൈലി റെക്കമെൻഡഡ് ആണ്. കാരണം നമ്മുടെ കൊച്ചിയിലെ ഷോപ്പിലും ഉണ്ട്, ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. സോ കാലിക്കറ്റ് മോളിൽ അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഔട്ടിങ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ വരിക. ഇമാമോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ചിങ് റൂമുണ്ട്, കുട്ടികളുടെ സാധനങ്ങളുണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. ഞങ്ങളിത് കുത്തിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്കാണ് പോകുന്നത്. കാലിക്കട്ട് ഒന്ന് ബിരിയാണി കഴിക്കാതെ എങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിപ്പിക്കും? ദേ ഇരിക്കുന്നു ഓൾറെഡി. ബിരിയാണി ഇല്ലാന്നു തോന്നുന്നു. കുറേ നാളുകൾക്ക് ശേഷം കാലിക്കട്ട് വന്ന്, അല്ലെങ്കിൽ എക്സിബിഷനിൽ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ടോ നോക്കാം. ആ ബിരിയാണി, ആവി വറക്കുന്ന ബിരിയാണി അങ്ങോട്ട് ഒന്ന് ഇട്ട് നോക്കട്ടെ. ചിക്കനാണ് പ്രിയ, ഞാനും പ്രിൻസും ബീഫാ പറഞ്ഞത്. കാലിക്കറ്റിലാന്ന് പറഞ്ഞപ്പോ എത്ര പേരെ അറിയോ ഈ ബിരിയാണി ട്രൈ ചെയ്യാൻ പറഞ്ഞ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റാ. നമ്മൾ കാലിക്കട്ട് ഒന്ന് റെക്കമെൻഡേഷൻ പറയുമ്പോൾ എല്ലാവരും കഫേസും അങ്ങനത്തെ ഒക്കെ എനിക്ക് കുറെ റെക്കമെൻഡേഷൻ വന്നത്. നമുക്ക് കാലിക്കട്ട് വന്ന് ട്രൈ ചെയ്യേണ്ടത് ഇവിടുത്തെ ഫുഡ് അല്ലേ. പിന്നെ അപ്പൊ കുറെ പേര് കഫേസും അങ്ങനത്തെ ചൈനീസും അറബ്സ് ഒക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അത് വേണ്ട, കാലിക്കട്ട് ഫുഡ് തന്നെ ട്രൈ ചെയ്യണം. അതുകൊണ്ട് ഇനി കുറെ നല്ല റെക്കമെൻഡേഷൻസ് നിങ്ങൾ പറയണേ. ഹിഡൻ ജെംസ് ഓഫ് ഓത്തന്റിക് കാലിക്കട്ട് മലബാർ ഫുഡ്, അതാണ് നമുക്ക് അറിയേണ്ടത്. നല്ല ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി, അതും കുത്തിച്ചിറ ചിക്കൻ ദം ബിരിയാണി. ഇവിടെ നമ്മൾ ചിക്കൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നാടൻ കോഴിയാണോ? അത് നാടൻ കോഴിയാണ്. അപ്പോൾ എന്തൊരു ഹെൽത്തിയാണ്. മീറ്റ് കുറച്ച് കുറവാണ്,
പക്ഷെ ടേസ്റ്റ് വൈസ് ബിരിയാണി എക്സ്പേർട്ട് തന്നെ പറയട്ടെ. ആണോ? സൂപ്പറാ. പക്ഷേ ഇത് കുറച്ച് ഡ്രൈ ആണ്, ആ എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ അത്ര നെയ്യ് അതൊന്നും കാണില്ലായിരിക്കും. ഇവിടുത്തെ ബീഫ് ബിരിയാണിയിൽ ബോണുണ്ട്, പക്ഷേ അതുകൊണ്ട് പീസസിന് എണ്ണം കുറച്ച് കൂടുതലാണ്. ഞാൻ ഈ ബോൺ ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവറാണ്. ആ ഓബിയസ്ലി വിത്ത് ബോൺ കുക്ക് ചെയ്യുമ്പോൾ ആ മോയ്സ്ചറൊക്കെ കാണുമല്ലോ. നല്ല പീസാണ്. പക്ഷെ ഒരാൾ ഇവിടെ ഇരുന്ന് ലൈം ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുകയാണ്, കാരണം സ്പൈസി ആണെന്ന് പറയുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പൈസി ആണ് ബിരിയാണി. അത് എനിക്കും ഇഷ്ടമായി. സോ സ്പൈസി ബിരിയാണി ഇഷ്ടപ്പെടാത്തവർക്ക് ഇവിടെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അവരൊരു ചിക്കൻ അലീസ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ചിക്കനും പഞ്ചസാരയാണ് നല്ലതെന്ന് പറഞ്ഞാൽ. ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കും, മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. കണ്ടത് അലീസ സൂപ്പറാണോ? ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേ. അതായത് ചിക്കന് പഞ്ചസാര സവാളയെ നമ്മൾ ഈ ബിരിയാണിയുടെ മേലെ വറുത്തിടല്ലേ, അതിന്റെ കൂടെ വേറൊരു അകത്ത് മധുരം ചേർന്ന ഒരു സാധനം. അത് പഞ്ചസാരയും ചിക്കനോ? അതന്നെ. നമ്മൾ ടർക്കി പോയപ്പോ കഴിച്ച ഓർമ്മയുണ്ടോ? ഒരു ചിക്കൻ ബ്രസ്റ്റിന്റെ ഡെസേർട്ട് മമ്മിയൊക്കെ കറിയാതെ കഴിച്ചത്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ആരാധ്യം തപ്പുമായിരുന്നു, ഭയങ്കര ആക്രമണം അതിൻ്റെ അകത്ത് കടന്ന്. ഏതോ ബോളിൻ്റെ അത് ഓർമ്മ അങ്ങനെ എന്തോ ഇന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഒരു പാടും ഇല്ലല്ലോ. അവിടെ നോക്ക്, എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേദു ഇനി എപ്പോഴും കാലിക്കട്ട് വരണം എന്ന് പറയും, അത്രയധികം അവർ എൻജോയ് ചെയ്തു. കാലിക്കട്ട് വന്ന അടുത്ത സാധനം ഇന്നത്തെ ഒരു ലാസ്റ്റ് വീലാണ് അവൽ മിൽക്ക്. ഇത് കൊച്ചിയിൽ ഇപ്പോഴും അത്രയും ഫേമസ് ആയിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൽ ഡയറ്റ് വേർഷൻ ഞാൻ പറഞ്ഞത്, ഐസ്ക്രീം ഇല്ല, ബനാന മിൽക്ക്, ബാക്കിയുള്ള നട്ട്സ് ഒക്കെ. നോക്കും ഒരാള് വേദു കളിക്കുന്നതുകൊണ്ട് ഒരു സാധനം കൂടെ പറഞ്ഞു. ഓ വേണ്ട, ഓ വലിയ ചാടാ വേണ്ട കേട്ടാ. വേണ്ട മാറ്, ഞാൻ കഴിച്ചോളാം. നല്ല ബനാനയും അവലൊക്കെ ഇട്ട അവൽ മിൽക്ക്, ഡയറ്റ് വേർഷൻ വിത്തൗട്ട് ഐസ്ക്രീം. ഡയറ്റ് ഓ വേണ്ട, ഒരു വേണ്ട, വയർ ഫുള്ളായ ഒരു ടേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, ദേ ബാക്ക് ടു ഹോട്ടൽ. ഹാളൊക്കെ ബുക്ക് ചെയ്തു. സോ ഹാൾ എൻക്വയറീസിന് വേണ്ടി വെൻഡേഴ്സ് കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ അടിയിലും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, കമന്റിലും ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോൾ എൻക്വയറീസ് ഒക്കെ ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, റിപ്ലൈ ഉടനെ വരുന്നതായിരിക്കും. സോ എല്ലാവരും എക്സിബിഷന് വരിക. സെപ്റ്റംബർ 7th and 8th ആസ്പിൻ കോർട്ട്യാർഡ് കാലിക്കറ്റ്. രാവിലെ 11 മണി തൊട്ട് രാത്രി 9 മണി വരെ കാണും. സോ എന്തായാലും നമുക്ക് നാളെ അല്ല അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.